ചെയ്തിട്ടുണ്ട്. സോറി സാർ. അപ്പോൾ നമ്മൾ ആന്ത്രസീൻ്റെ സ്ട്രക്ചർ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ആന്ത്രസീന് നമ്മൾ 2 പോസിബിൾ സ്ട്രക്ചർ പറഞ്ഞതിൽ ഒരു രണ്ടാമത്തെ സ്ട്രക്ചറാണ് കുറച്ചുകൂടി ഫേവറബിൾ എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തി. ആ സ്ട്രക്ചർ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? 3 ബെൻസീൻ റിംഗ് ഫ്യൂസ് ചെയ്തിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനി അതിൻ്റെ എവിഡൻസിലേക്ക് നമ്മൾ പോയാൽ ഈ C14H10 അതിൻ്റെ മോളിക്കുലർ ഫോർമുല നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഈ C14H10നെ നമ്മൾ ഹൈഡ്രോജനേറ്റ് ചെയ്ത സമയത്ത് എത്ര ഹൈഡ്രജൻ ആറ്റത്തിനെ യൂട്ടിലൈസ് ചെയ്തു? 14 ഹൈഡ്രജൻ ആറ്റത്തിനെയാണ് യൂട്ടിലൈസ് ചെയ്തത്. അപ്പോൾ അതെന്തായിട്ട് മാറി? C14H24 ആയിട്ട് മാറി. ഈ 14 ഹൈഡ്രജൻ ആറ്റംസ് യൂസ് ചെയ്തു എന്ന് പറയുമ്പം തന്നെ അവിടെ 7 ഡബിൾ ബോൺസുകൾ ഉണ്ടായിരുന്നു. ആ 7 ഡബിൾ ബോൺസിനെയും ബ്രേക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു മോളിക്യൂൾ കിട്ടിയത്. അപ്പോൾ 3 ബെൻസീൻ റിംഗ് ഫ്യൂസ് ചെയ്തിട്ടും ഉണ്ട്, അതുപോലെ 7 ഡബിൾ ബോണ്ടും ഉണ്ടെങ്കിൽ എന്തായാലും ബോൺസ് ഏത് പൊസിഷനിലായിരിക്കും? ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട് പൊസിഷനിലായിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ഇനി ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കിയാൽ നമ്മളിപ്പോൾ ഈ മോളിക്യൂളിനെ ഏതെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്താ? C14H9. ഇപ്പോൾ സപ്പോസ് നമ്മൾ നടത്തിയത് ഹാലജനേഷനായ ബ്രോമിനേഷനോ ക്ലോറിനേഷനോ എന്താണെങ്കിലും ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് പകരം അവിടെ ഒരു ഹാലജൻ വന്നു. ഇതുപോലെ നമുക്ക് എത്ര ഐസോമേഴ്സ് കിട്ടും? 3 ഐസോമേഴ്സ് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടെ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാൻ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള എത്ര പൊസിഷൻസ് ഉണ്ടെന്ന് മനസ്സിലായി? 3 ഐഡൻറ്റിക്കൽ പൊസിഷൻസ് ഉണ്ടെന്ന് മനസ്സിലായി. അടുത്ത് നമ്മൾ ഇതിനെ ഡൈസബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത സമയത്ത് ഇവിടെ നമുക്ക് കിട്ടിയ ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര പേരാണ്? 15 ഐസോമേഴ്സ് ആണ് കിട്ടിയത്. ആ 3 മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഡെറിവേറ്റീവ്സും 15 ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഡെറിവേറ്റീവ്സും ഫേവർ ചെയ്യുന്നതും ഏത് സ്ട്രക്ചറിനെ തന്നെയാണ്? ഇതുപോലെ 3 ബെൻസീൻ ആറ്റംസ് ഫ്യൂസ് ചെയ്ത സ്ട്രക്ചറിനെയാണ് ഫേവർ ചെയ്യുന്നത്. ഇനി നമുക്കതിൻ്റെ സിന്തസിസ് നോക്കിയിട്ട് പൊസിഷനിലേക്ക് വരാം. ആദ്യം നമുക്ക് സിന്തസിസ് നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം നാഫ്തലീൻ്റെ സിന്തസിസ് ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ഹവാർത്ത് സിന്തസിസ് എന്നല്ലേ നമ്മൾ കണ്ടത്. ഇവിടെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് റിയാക്ഷൻ തന്നെയാണ്. നമ്മൾ അവിടെയും ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് റിയാക്ഷനാണ് കണ്ടത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ബെൻസോയിൽ ക്ലോറൈഡ് യൂസ് ചെയ്തിട്ട് ബെൻസോയിൽ ഗ്രൂപ്പിനെയാണ് നമ്മൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പം നമ്മുടെ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ബെൻസോയിൽ അല്ല, ബെൻസൈൽ ക്ലോറൈഡ് ആണ്. ബെൻസൈൽ CH2Cl. ഇതൊരു ബെൻസൈൽ ക്ലോറൈഡ്. അതുപോലെ തന്നെ 2 യൂണിറ്റ് ബെൻസൈൽ ക്ലോറൈഡിന് നമ്മൾ എടുത്തിട്ടുണ്ട്, CH2Cl. അപ്പോൾ ബെൻസൈൽ ക്ലോറൈഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ റിയാക്ഷൻ തുടങ്ങുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഒരു മെറ്റൽ സോൾട്ടിൻ്റെ പ്രസൻസിൽ ഏതെങ്കിലും ഒരു മെറ്റൽ സോൾട്ട്, അലുമിനിയം ക്ലോറൈഡോ അയൺ ക്ലോറൈഡോ സ്റ്റെയർനെസ് ക്ലോറൈഡോ ഏതെങ്കിലും ഒരു മെറ്റൽ സോൾട്ടിൻ്റെ പ്രസൻസിൽ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് റിയാക്ഷൻ നടക്കും. ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് റിയാക്ഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ പൊസിഷനിലെ ഹൈഡ്രജനും ഈ പൊസിഷനിലെ ക്ലോറിനും കൂടെ അങ്ങ് പോകുമെന്ന് വിചാരിക്കുക. ഈ പൊസിഷനിലെ ഹൈഡ്രജനും ഈ പൊസിഷനിലെ ക്ലോറിനും കൂടെ അങ്ങ് പോകുമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓൾറെഡി ബെൻസൈൽ ക്ലോറൈഡിൽ ഉണ്ടായിരുന്ന ഒരു ബെൻസീനുണ്ട്, അതുപോലെ രണ്ടാമത്തെ ബെൻസൈൽ ക്ലോറൈഡിലെ ബെൻസീനും ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടത്തെ CH2ൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്ലോറിൻ പോയി ഇവിടെ വന്നു. ഇവിടെയും അതുപോലെ തന്നെ CH2ൽ ക്ലോറിനും ഹൈഡ്രജനും ഒക്കെ പോയിട്ട് ഇങ്ങനെ വന്നു. ബെൻസീൻ റിങ്ങിൽ എന്തുണ്ട്? ബെൻസീൻ റിങ്ങിൽ നമ്മളിതുപോലെ ഈ 2 ബെൻസീൻ റിങ്ങിലും ഓൾട്ടർനേറ്റ് ഡബിൾ ബോണ്ടിൽ നമ്മൾ ഇതുപോലെ റെപ്രസെൻ്റ് ചെയ്തു. നമ്മൾ എന്നിട്ട് ഈ ഇവിടെ ഒരു CH2 ഉണ്ട്, ഇവിടെയും CH2 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ ഹൈഡ്രോജനേഷൻ നടത്തിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ പേര് ബെൻസൈൽ ക്ലോറൈഡ്. 2 ബെൻസൈൽ ക്ലോറൈഡ് യൂണിറ്റാണ് എന്തിൽ വന്നത്? ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് റിയാക്ഷനിൽ വന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ പ്രോഡക്റ്റിൻ്റെ പേരാണ് 9,10 ഡൈഹൈഡ്രോക്സി ആന്ത്രാസീൻ.
ഡൈഹൈഡ്രോക്സി അല്ല, ഡൈഹൈഡ്രോ ആന്ത്രസീൻ. ഡൈഹൈഡ്രോ ആന്ത്രസീൻ. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? എഗെയിൻ നമ്മൾ ഡീഹൈഡ്രോജനേഷൻ നടത്തി. ഡീഹൈഡ്രോജനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. ഇവിടുന്ന് 2 ഹൈഡ്രജനെ നമ്മൾ റിമൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇങ്ങനെ ഒരു മോളിക്യൂളാണ് നമുക്ക് കിട്ടിയത്. ഹൈഡ്രജനെ റിമൂവ് ചെയ്തു, ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് കിട്ടി. അപ്പോൾ ആന്ത്രസീൻ്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ആന്ത്രസീൻ സിന്തസൈസ് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് ഫ്രീഡൽക്രാസ് റിയാക്ഷൻ ആണ്, ഫോളോഡ് ബൈ ഡീഹൈഡ്രോജനേഷൻ ആണ്. ഒന്നും കൂടി പറയാം. ഇപ്പോൾ ആന്ത്രസീൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. 3 ബെൻസീൻ യൂണിറ്റുകൾ ഫ്യൂസ് ചെയ്ത് വന്നു. അതിൻ്റെ കൂട്ടത്തിൽ എന്തും വന്നു? ഒരു ഓൾട്ടർനേറ്റ് 7 ഓൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട് കൂടി വന്നപ്പോൾ അത് ആന്ത്രസീനായി. ഇപ്പോൾ ഇവിടെ CH2Cl CH2Cl. നമ്മളിത് എന്താണ് എടുത്തത്? 2 ബെൻസൈൽ ക്ലോറൈഡുകൾ എടുത്തു. ഒരു മെറ്റൽ സോൾട്ടിൻ്റെ പ്രസൻസിൽ എന്ത് നടന്നു? അവിടെ നിന്ന് ക്ലോറിനെ എലിമിനേറ്റ് ചെയ്തിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ് നടന്നത്. ഇങ്ങനെ വന്നു. ഇനി ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ നിന്ന് ഡീഹൈഡ്രോജനേഷൻ നടക്കുകയും, അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജനും ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജനും അല്ല പോകുന്നത്. ഇവിടെ ശരിക്കും അങ്ങനെ പോയി ഇവിടുത്തെ ബോണ്ട് എല്ലാം കൂടെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കറക്റ്റായിട്ട് എന്ത് കിട്ടുന്നത്? 3 യൂണിറ്റ് ബെൻസീൻ റിംഗ് ഫ്യൂസ് ചെയ്ത് ആന്ത്രസീനായിട്ട് മാറുന്നത്. ഇതിൻ്റെ പേര് ബെൻസൈൽ ക്ലോറൈഡ് എന്നായിരുന്നു. ഈ ബെൻസൈൽ ക്ലോറൈഡ് ഏത് റിയാക്ഷനിൽ പോയതാ? ഫ്രീഡൽക്രാസ് റിയാക്ഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് 910 ഡൈഹൈഡ്രോ ആന്ത്രസീൻ കിട്ടി. അതിനെ നമ്മൾ ഡീഹൈഡ്രോജനേറ്റ് ചെയ്തു. 2 ഹൈഡ്രജനെ എലിമിനേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ കോമ്പൗണ്ടാണ് ആന്ത്രസീൻ. ഇതാണ് അതിൻ്റെ പ്രിപ്പറേഷൻ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബ്രോമിൻ ഡെറിവേറ്റീവ്സ് വെച്ചും എന്തിനെ ചെയ്യാം? ആന്ത്രസീൻ പ്രിപ്പയർ ചെയ്യാം. അതായത് ഈ ബെൻസൈൽ ക്ലോറൈഡിൻ്റെ തന്നെ അല്ലെങ്കിൽ ബെൻസൈൽ ബ്രോമൈഡ് ഏതെങ്കിലും ഒരു ബെൻസൈൽ ഹാലൈഡിൻ്റെ ഓർത്തോ ഹാലോ ഡെറിവേറ്റീവ് എടുക്കാം. അതായത് ഇപ്പോൾ നമ്മൾ എടുത്തത് ബെൻസൈൽ ബ്രോമൈഡ് CH2Br. ഇതേ ഹാലജൻ്റെ തന്നെ ഓർത്തോ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ ഓർത്തോ ബ്രോമോ ബെൻസൈൽ ബ്രോമൈഡ്. ഇതിനെ നമ്മൾ സോഡിയം വെച്ച് ട്രീറ്റ് ചെയ്യും. സോഡിയം വെച്ച് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഓർത്തിരിക്കുക, ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ബെൻസോയിൽ 2 യൂണിറ്റ് അല്ല, പകരം എന്തെടുത്തു? 1 യൂണിറ്റ് ബെൻസോയിൽ ഓർത്തോ ബ്രോമോ ബെൻസോയിൽ ക്ലോറൈഡ് എടുത്തു. അതിനെ നമ്മൾ സോഡിയം വെച്ചാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇവിടെ 4 യൂണിറ്റ് സോഡിയം എടുക്കുമ്പോൾ നമ്മൾ ഇവിടെ എത്ര യൂണിറ്റ് എടുക്കും? ഇവിടെ 2 യൂണിറ്റ് ഓർത്തോ ബ്രോമോ ബെൻസൈൽ ബ്രോമൈഡ് എടുത്തു. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ റിയാക്ഷൻ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നമുക്ക് ഇതേപോലെ തന്നെ കിട്ടും. 910 ഡൈഹൈഡ്രോക്സി ആന്ത്രസീൻ തന്നെ കിട്ടും. ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെയും 2 ഹൈഡ്രജൻ. എഗെയിൻ ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? ഓക്സിഡൈസ് ചെയ്തു. ഓക്സിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഓക്സിജൻ ഓർ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. ഇവിടെ നിന്ന് 2 ഹൈഡ്രജനെ റിമൂവ് ചെയ്തു. നമുക്ക് എന്ത് കിട്ടി? ആന്ത്രസീൻ കിട്ടി. ഇതാണ് ആന്ത്രസീൻ്റെ 2 പ്രിപ്പറേഷൻ. ഇവിടെ ബെൻസൈൽ ക്ലോറൈഡ് എടുത്തതിന് പകരം നമ്മൾ ഇവിടെ എടുത്ത കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഓർത്തോ ബ്രോമോ ബെൻസൈൽ ബ്രോമൈഡ്. ഓർത്തോ ബ്രോമോ ബെൻസൈൽ ബ്രോമൈഡ്. ആ ഓർത്തോ ബ്രോമോ ബെൻസൈൽ ബ്രോമൈഡിനെ സോഡിയമായിട്ട് ട്രീറ്റ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടി 910 ഡൈഹൈഡ്രോ ആന്ത്രസീൻ. അതിനെ നമ്മൾ ഓക്സിഡൈസ് ചെയ്തു. ഓക്സിഡേഷൻ ഇൻവോൾവ്സ് ദ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഗീവ്സ് ആന്ത്രസീൻ. ഇതാണ് അതിൻ്റെ 2 സിന്തസിസ് മെത്തേഡ്സ്. ഇനി നമുക്കതിൻ്റെ റെസൊണൻസ് കൺസെപ്റ്റിലേക്ക് പോകാം. പറയട്ടെ അടുത്തത്? അക്ഷയ്, റെസൊണൻസ് കൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. വിസ്മയ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ റെസൊണൻസ് കൺസെപ്റ്റ് നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ മനസ്സിൽ എന്തുണ്ട്? ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിനെ ഫേവർ ചെയ്യുന്ന രീതിയിൽ വേണം നമുക്ക് റെസൊണൻസ് പറയേണ്ടത്. ഇതാണ് ആന്ത്രസീൻ്റെ സ്ട്രക്ചർ. ആന്ത്രസീൻ്റെ ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ 14 കാർബൺ ആറ്റംസും 10 ഹൈഡ്രജൻ ആറ്റംസും ഉണ്ട്.
ഈ 14 കാർബൺ ആറ്റംസും ഈ 10 ഹൈഡ്രജൻ ആറ്റവും എന്തിൽ തന്നെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? സെയിം പ്ലെയിനിൽ തന്നെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആന്ത്രസീനെ നമുക്ക് എന്ത് പറയാം? അപ്പോൾ ഇവിടെ 14 കാർബൺ ആറ്റംസും 10 ഹൈഡ്രജനും സെയിം പ്ലെയിനിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ നമുക്ക് പ്ലെനാർ മോളിക്യൂൾ എന്ന് വിളിക്കാം. കാരണം എല്ലാ ഹൈഡ്രജൻ ആറ്റംസും എല്ലാ കാർബൺ ആറ്റവും എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? സെയിം പ്ലെയിനിൽ തന്നെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പ്ലെനാർ മോളിക്യൂൾ എന്ന് വിളിച്ചത്. ഇനി നമ്മൾ ഇതിൻ്റെ റെസൊണൻസ് സ്ട്രക്ചർ വരച്ച് നോക്കുമ്പോൾ നമുക്ക് 4 പോസിബിൾ റെസൊണൻസ് സ്ട്രക്ചറാണ് വരയ്ക്കാൻ പറ്റുന്നത്. ഒന്നാമത്തേത് നമ്മൾ എടുത്ത അതേ സ്ട്രക്ചർ തന്നെ എടുക്കാം. ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷനിൽ മാത്രമാണ് വേരിയേഷൻ വരുന്നത്. ഇവിടെ 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 ഇതാണ് ഒന്നാമത്തെ സ്ട്രക്ചർ. ഇനി നമ്മൾ ഈ ബെൻസീൻ റിങ്ങിന്റെ ബോണ്ടിനെ മാത്രം മാറ്റുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഉണ്ടായിരുന്ന ഡബിൾ ബോണ്ട് ഇവിടെ വന്നു ഇങ്ങനൊരു റീഅറേഞ്ച്മെന്റ്. ഇങ്ങനെ ഇതാണ് സ്ട്രക്ചർ 2. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് എന്ത് ചെയ്തു? ഈ ബെൻസീൻ റിങ്ങിനെ മാറ്റി ഇതിനെ എടുത്തു. എപ്പോഴും ഓർത്തിരിക്കുക, 3 ഡബിൾ ബോണ്ടുകളും ഏതെങ്കിലും ഒരു റിംഗ് സിസ്റ്റത്തിലേ വരത്തുള്ളൂ. എന്നാൽ മാത്രമേ നമുക്കവിടെ ഓൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ കൊടുത്തു, ഇങ്ങനെ കൊടുത്തു. ഇതിപ്പോൾ 3rd സ്ട്രക്ചറിലേക്ക് മാറി. അടുത്ത് എന്ത് ചെയ്തു? അടുത്ത് നമ്മൾ എടുത്തപ്പോൾ ഈ മോളിക്യൂളിനെ മാറ്റി അതിൻ്റെ അപ്പുറത്തെ മോളിക്യൂളിലേക്ക് കൊടുത്തു ഡബിൾ ബോണ്ടുകളെ എല്ലാം. അപ്പോൾ എന്ത് കിട്ടും? ഇത്രയും പോസിബിൾ സ്ട്രക്ചറുകളാണ് നമുക്കുള്ളത്. അപ്പോൾ there are 4 possible resonating structures are possible for anthracene. ശരിയാണല്ലോ. നമ്മൾ ബെൻസീൻ പറഞ്ഞപ്പോഴും പറഞ്ഞു ബെൻസീന് 2 പോസിബിൾ സ്ട്രക്ചറാണുള്ളത്. പക്ഷെ അതിൻ്റെ ആക്ച്വൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഈ 2 സ്ട്രക്ചറിൻ്റെയും കൂടെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെയും പറയാം ആന്ത്രസീന് പോസിബിൾ ആയിട്ട് 4 സ്ട്രക്ചറുകളാണുള്ളത്. ഈ 4 സ്ട്രക്ചറിൻ്റെയും കൂടി ഒരു ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഒരു ഹൈബ്രിഡ് ഫോം ആയിരിക്കും എന്ത്? ആന്ത്രസീൻ്റെ ശരിക്കുള്ള സ്ട്രക്ചർ എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടുത്തെ എനർജി എന്ന് പറഞ്ഞാൽ ഈ 4 സ്ട്രക്ചറും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ ടോട്ടൽ റെസൊണൻസ് എനർജി എന്ന് പറഞ്ഞാൽ 351 കിലോ ജൂളാണ്. 351 കിലോ ജൂൾ പെർ മോൾ ആണ് അതിൻ്റെ ടോട്ടൽ റെസൊണൻസ് എനർജി. ഈ റെസൊണൻസ് എനർജി വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ബെൻസീൻ റിങ്ങുകൾ ഫ്യൂസ് ചെയ്തിരിക്കുന്ന റെസൊണൻസ് വാല്യൂവിനെക്കാട്ടിലും ഒരു 51 കിലോ ജൂൾ കൂടുതലേ ഉള്ളൂ. നമുക്കറിയാം ഒരു ബെൻസീന് 150 കിലോ ജൂൾ ആയിരുന്നില്ലേ? അപ്പോൾ 2 ബെൻസീൻ ആയപ്പോഴേക്കും 150 × 2 300 ആയി. പിന്നെ ബാക്കി അവിടെ എത്രയേ ഉള്ളൂ? 300 പോയി കഴിഞ്ഞാൽ 351 നിന്ന് 51 കിലോ ജൂൾ പെർ മോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ റെസൊണൻസ് എനർജി നമ്മൾ നോക്കുമ്പോൾ 2 ബെൻസീൻ്റെ റെസൊണൻസ് എനർജി പോയി കഴിഞ്ഞിട്ട് ബാക്കി ഒരു 51 കിലോ ജൂൾ എനർജി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെന്താണ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിയാക്ടിവിറ്റിയാണ് കാണിക്കുന്നത്. ശരിക്കും നമ്മൾ 3 ബെൻസീൻ റിംഗ് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ 3 × 150 ദാറ്റ് ഈസ് ഈക്വൽ ടു 450 കിലോ ജൂൾ പെർ എനർജിയാണ് നമ്മളിവിടെ റെസൊണൻസ് എനർജി ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓരോ ബെൻസീൻ റിങ്ങിനും 150 വീതം ആകുമ്പോൾ 3 എണ്ണമാകുമ്പോൾ 150 × 3 വരണം. പക്ഷേ നമുക്ക് കിട്ടിയത് 2 റിങ് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 300 കിട്ടി. ബാക്കി റിമൈനിങ് കിട്ടിയ ഒരെണ്ണം 51 കിലോ ജൂൾ പെർ എനർജി നമുക്ക് കിട്ടിയുള്ളൂ. ദാറ്റ് മീൻസ് ആന്ത്രസീൻ ഈസ് ഹൈലി റിയാക്റ്റീവ് ആണെന്ന് പറയാം. ഇനി നമ്മൾ ഇതിൻ്റെ ബോണ്ട് നോക്കിയാൽ
അപ്പോൾ ഇതാണ് ഫസ്റ്റ് പൊസിഷൻ 1 2, അല്ലെങ്കിൽ ഇവിടെയും എടുക്കാം 1 2. എങ്ങനെയാണേലും C1 C2 ബോണ്ട് ലെങ്ത് നമുക്ക് കിട്ടുന്നത് 137 പൈക്കോമീറ്റർ. ഇറ്റ് ഈസ് ഷോർട്ടർ 137. അടുത്ത് നമ്മൾ നോക്കുമ്പോൾ C2 C3 നോക്കിയാൽ, അതായത് ഇത് C2 C3 നോക്കിയാൽ C2 C3യുടെ ബോണ്ട് ലെങ്ത് എന്ന് പറഞ്ഞാൽ 142 പൈക്കോമീറ്റർ ആണ്. അതായത് ഡബിൾ ബോണ്ട് ക്യാരക്ടറിൻ്റെ ഒരു 1/4 വാല്യൂ മാത്രമേ ഈ C2 C3ക്ക് ഉള്ളൂ. പക്ഷേ നമ്മൾ C1 C2 നോക്കുമ്പോഴോ അത് 3/4 മാത്രമേ ഡബിൾ ബോണ്ട് ക്യാരക്ടർ കാണിക്കുന്നുള്ളൂ. ഇപ്പൊ പ്യുവർലി C1 C2 C2 C3യും എന്ത് കാണിക്കുന്നില്ല, ഡബിൾ ബോണ്ട് ക്യാരക്ടർ കാണിക്കുന്നില്ല. പക്ഷെ ഡബിൾ ബോണ്ട് ക്യാരക്ടറിന്റെ അടുത്ത വാല്യൂസ് ആയതുകൊണ്ട് ഇത് റെസൊണൻസിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് എന്താണ് ശരിക്കും ഒരു ഡബിൾ ബോണ്ടിന്റെ വാല്യൂ അല്ലെങ്കിൽ ഒരു സിംഗിൾ ബോണ്ടിന്റെ വാല്യൂ നമുക്ക് കിട്ടിയാൽ നമുക്ക് പറയായിരുന്നു ആ ബോണ്ട് ഓൾവേസ് ഏത് ക്യാരക്ടർ കാണിക്കുന്നു, ഡബിൾ ബോണ്ട് ക്യാരക്ടർ കാണിക്കുന്നു അല്ലെങ്കിൽ സിംഗിൾ ബോണ്ട് ക്യാരക്ടർ കാണിക്കുന്നു. പക്ഷെ ഇവിടെ ഡബിൾ ബോണ്ടിന്റെ ക്യാരക്ടറും ഇല്ല, സിംഗിൾ ബോണ്ടിന്റെ ക്യാരക്ടറും ഇല്ല, അതിന്റെ ഒരു ഇന്റർമീഡിയറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ ഡബിൾ ബോണ്ടിന്റെയും സിംഗിൾ ബോണ്ടിന്റെയും പൊസിഷൻ എന്ത് ചെയ്യുന്നുണ്ട്, മാറി മാറി ഇരിക്കുന്നുണ്ട്. ദാറ്റ് ഫിനോമിനൻ ഈസ് നോൺ ആസ് റെസൊണൻസ്. മനസ്സിലായോ? മനസ്സിലായോടെ? അടുത്ത് നമ്മൾ നോക്കുന്നത് മോളിക്കുലാർ കൺസെപ്റ്റ് ആണ്. നമ്മൾ മറ്റതിലൊക്കെ പറഞ്ഞ സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ ഇവിടെയും പറയുന്നത്. അതുകൊണ്ടാണ് ഇച്ചിരി സ്പീഡിൽ പോകുന്നത് കേട്ടോ. ബെൻസീനും ആന്ത്രസീനും നാഫ്തലീനും നമ്മൾ നേരെ പറഞ്ഞില്ലേ, അതേ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇവിടെയും മോളിക്കുലാർ ഓർബിറ്റൽ കൺസെപ്റ്റ് പറയുന്നതും അതുപോലെ തന്നെയാണ്. നമ്മുടെ മോളിക്കുലാർ ഫോർമുല എന്തായിരുന്നു, C14H10 ആണ്. ഈച്ച് കാർബൺ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 14 കാർബണും ഏത് ഹൈബ്രിഡൈസേഷനിലാണ്, sp2 ഹൈബ്രിഡൈസേഷനിലാണ്. sp2 ഹൈബ്രിഡൈസേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് 3 ഹൈബ്രിഡ് ഓർബിറ്റലും കിട്ടും. അതുപോലെ തന്നെ ഒരു അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റലും കിട്ടും. അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റലും കിട്ടി. ഈ 3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലിൽ 2 എണ്ണം എന്ത് ചെയ്തു, ഈ 3 എണ്ണത്തിന് ഇതൊരു കാർബൺ അല്ലേ, ഇത് ഇവിടെ വേറൊരു കാർബണുമായിട്ടും വേറൊരു കാർബണുമായിട്ടും പിന്നെ ഒരു ഹൈഡ്രജനുമായിട്ടും അറ്റാച്ച് ചെയ്തു ബോണ്ടായി. അപ്പോൾ ആ 3 ഹൈബ്രിഡ് ഓർബിറ്റലും യൂട്ടിലൈസ് ചെയ്തു. ദ റിമൈനിങ് അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽ എന്തായിട്ട് നിൽക്കും, പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കും. അപ്പം നമ്മളൊന്ന് സ്ട്രക്ചർ വരച്ച് നോക്കാം. ഇതാണ് ഒരു ബെൻസീൻ റിംഗ്, അടുത്ത രണ്ടാമത്തെ ബെൻസീൻ റിംഗ്, മൂന്നാമത്തെ ബെൻസീൻ റിംഗ്. അപ്പോൾ ഇവിടെ sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് കിട്ടുമ്പോൾ ഇപ്പോൾ ഇവിടുത്തെ കൺസെപ്റ്റ് നമ്മൾ നോക്കിയാൽ ഇത് വേറൊരു കാർബൺ ആറ്റം, രണ്ടാമത്തെ കാർബൺ ആറ്റം പിന്നെ ഒരു ഹൈഡ്രജനുമായിട്ട് ചേർന്നിട്ടുണ്ട്. ഇവിടെയാണ് എങ്കിൽ ഒരു കാർബൺ ആറ്റം, രണ്ടാമത്തെ കാർബൺ ആറ്റം, മൂന്നാമത്തെ കാർബൺ ആറ്റം. ഈ ഇന്റർസെക്ഷൻ പൊസിഷനിൽ അല്ലെങ്കിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ആ ജംഗ്ഷനിൽ വരുന്ന കാർബൺ ആറ്റംസ് മാത്രമാണ് അതർ 2 കാർബൺ ആറ്റവുമായിട്ട് ഈ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലായിടത്തും എന്ത് വരും, 2 കാർബൺ കാർബൺ ബോണ്ടും ഒരു കാർബൺ ഹൈഡ്രജൻ ബോണ്ടുമാണ് വരാറ്. അപ്പോൾ ഇവിടെ ഹൈബ്രിഡ് ഓർബിറ്റൽസ് എല്ലാം യൂട്ടിലൈസ് ചെയ്തു. ദ റിമൈനിങ് കണ്ടെയ്ൻസ് എന്തുണ്ട്, ഒരു അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽ ഉണ്ട്. ആ അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യും, പെർപെൻഡിക്കുലർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. നമ്മുടെ റിംഗ് സിസ്റ്റത്തിൽ ഇങ്ങനെ നിൽക്കും. എല്ലായിടത്തും ഉണ്ട്, എല്ലാ കാർബൺ ആറ്റത്തിലും ഉണ്ട് ആ ഒരു അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽ. അപ്പോൾ ഇതുപോലെ നിന്നു. ഇതാണ് ഇതിലെ അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽ. ഈ അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റലിൽ എന്തുണ്ട്, ഓരോ ഇലക്ട്രോൺ വീതമുണ്ട്. ആ ഓരോ ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഈ പൊസിഷനിൽ ഇരുന്നിട്ട് ഈ ഓർബിറ്റൽ എന്ത് ഓവർലാപ്പ് നടക്കും, സൈഡ് വൈസ് ഓവർലാപ്പ് നടക്കും. ലാറ്ററൽ അതായത് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യും. ഇവിടെ നിന്നിങ്ങനെ, ഇവിടെ ഇനി നടക്കത്തില്ല, ഇവിടെ നിന്നിങ്ങനെ, അടുത്ത് ഇവിടെ നിന്നിങ്ങനെ, ഇവിടെ നടന്നതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് അത് ഓവർലാപ്പ് ചെയ്ത് നമുക്ക് എന്ത് ബോണ്ടിനെ തരും, ഓൾട്ടർനേറ്റ് ബോണ്ടിനെ തരും. ഇവിടെ നടക്കുന്നതിന് അതേ അടുത്ത ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ അവിടെ എവിടെ ഓവർലാപ്പ് ചെയ്യും, ഈ ഓവർലാപ്പ് വിട്ടിട്ട് ഇവിടെ നടക്കും, അടുത്ത് ഇവിടെ നടക്കും, ഇവിടെ നടക്കും. അതുപോലെ ഇവിടെ 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 ഇവിടെയും ഇവിടെയും ഇവിടെയും. അപ്പോൾ ഈ ഓർബിറ്റൽസിൻ്റെ ഓവർലാപ്പ് ഇങ്ങനെ മാറി മാറി ഇരിക്കും. ഇങ്ങനെ മാറി മാറി ഇരിക്കുന്നത് കൊണ്ട് തന്നെ
ഈ ബെൻസീൻ റിങ്ങിൻ്റെയൊക്കെ മുകളിൽ ഒരു ഇലക്ട്രോൺ ക്ലൗഡ് ആയിട്ട് ആര് നിൽക്കും? ഈ ലാറ്ററൽ ഓവർലാപ്പ് നടന്നിട്ട് ഈ പി ഓർബിറ്റിൽ അതിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡുകൾ നിൽക്കും. അപ്പോൾ എബോവ് ദ പ്ലെയിനിലും ബിലോ ദ പ്ലെയിനിലും, അതായത് ഇവിടെ ഇതുപോലെ ഓവർലാപ്പ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇവിടെ നടക്കുന്നതിന് അടുത്ത ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഇവിടെ നടക്കും. ഇവിടെ നടക്കുമ്പോൾ നമുക്ക് ഇവിടെ ബോണ്ട് കിട്ടും, ഇവിടെ നടക്കുമ്പോൾ ഇവിടെ ബോണ്ട് കിട്ടും. അതേപോലെ ഈ ഡബിൾ ബോണ്ടിന്റെ പൊസിഷനും മാറി മാറി നടന്നുകൊണ്ടിരിക്കും. ഇലക്ട്രോൺസ് അങ്ങനെ നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡീലോക്കലൈസേഷൻ എന്ന് പറയുന്നത്. ഡീലോക്കലൈസേഷൻ്റെ റിസൾട്ട് എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഡീലോക്കലൈസേഷൻ നടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ മോളിക്യൂളിന്റെ മുകളിലും താഴെയും ഒരു ഇലക്ട്രോൺ ക്ലൗഡ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ പൈ ഇലക്ട്രോൺസിന്റെ ഈ ക്ലൗഡിൽ എന്തുണ്ട്? ടോട്ടൽ ഇലക്ട്രോൺസ് നമ്മൾ എടുക്കുമ്പോഴേക്കും ചില ഓർബിറ്റലുകളിൽ 6 ഇലക്ട്രോൺ ആണ് കാണപ്പെടുന്നത്, ചിലതിൽ 4 ഇലക്ട്രോൺ. അപ്പോൾ ടോട്ടൽ നമ്മൾ അരോമാറ്റിസിറ്റി കീപ്പ് ചെയ്യണമെങ്കിൽ 6 ഇലക്ട്രോൺസ് വരണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു പ്രാവശ്യം നടക്കുമ്പോൾ ഇവിടെ 6 ഇലക്ട്രോൺസ് ആണെങ്കിൽ അടുത്ത പ്രാവശ്യം ഇവിടെ ആയിരിക്കും, അടുത്ത പ്രാവശ്യം ഇവിടെ ആയിരിക്കും. അതായത് ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് അത് മാറി മാറി അത് അരോമാറ്റിസിറ്റി സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ടോട്ടൽ പൈ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ 14 ഇലക്ട്രോൺസ് ആണുള്ളത്. ഹക്കിളിൻ്റെ ഒരു തിയറി ഉണ്ട്, 4n+2 തിയറി. നമ്മളത് പഠിക്കുന്നതേ ഉള്ളൂ. ആ 4n+2 തിയറി അല്ലെങ്കിൽ 4n+2 റൂളും എന്തിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? അതായത് 4n+2 = 14, 4n = 14 - 2 = 12, n = 12/14, 3. n-ന്റെ വാല്യൂ എന്ത് വന്നു? ഹോൾ നമ്പർ വാല്യൂ വന്നു. 4n+2 = 14 വന്നപ്പോൾ നമുക്ക് പറയാം ഇത് അരോമാറ്റിസിറ്റിയെ ഫേവർ ചെയ്യുന്ന ഒരു റൂളാണ്. അരോമാറ്റിസിറ്റി നമ്മൾ പഠിക്കും. അപ്പോൾ ആന്ത്രസീൻ എന്തിനേയും ഫേവർ ചെയ്യുന്നുണ്ട്? 4n+2 റൂള് സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് അത് അരോമാറ്റിക് ആണെന്നും നമുക്ക് പറയാം. ഇതാണ് നമ്മുടെ പറഞ്ഞതിൻ്റെ ജനറൽ. ആന്ത്രസീൻ വരെ ആയപ്പോൾ ഇത്രയേ ഉള്ളൂ. കുറച്ച് സ്പീഡിലാണ് പറഞ്ഞത്, എനിക്കറിയാം. ബെൻസീനും നാഫ്തലീനും നമ്മൾ കുറച്ച് ലാഗ് ചെയ്ത് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഇത് ഇച്ചിരി സ്പീഡിൽ പോയത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അഞ്ജന മനസ്സിലാവുന്നുണ്ടോ? അഭയക്കോ? വിസ്മയും അക്ഷയും പറയാലോ ബാക്കി? അടുത്ത് നമ്മൾ നോക്കുന്നത്, ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയ വേടിയിൽ നിന്നാണ് നമ്മൾ അടുത്ത് തുടങ്ങുന്നത്. അരോമാറ്റിസിറ്റി, അല്ലെങ്കിൽ നമുക്കതിനെ വിളിക്കാൻ പറ്റുന്ന ക്യാരക്ടറാണ് അരോമാറ്റിക് ക്യാരക്ടർ. ഈ അരോമാറ്റിക് ക്യാരക്ടർ നമ്മൾ എപ്പോഴും പറയുന്നത് എന്ത് കോമ്പൗണ്ട്സിലാണ്? സൈക്ലിക് കോമ്പൗണ്ട്സ് വിത്ത് ഓൾട്ടർനേറ്റ് ഡബിൾ ബോണ്ടോ, അല്ലെങ്കിൽ ജനറലി നമുക്ക് പറയാം സൈക്ലിക് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസിൽ, അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺസ് തന്നെ വേണമെന്നില്ല, ഹെട്രോസൈക്ലിക്കും ആവാം. സൈക്ലിക് മോളിക്യൂൾസിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് എന്ത്? അരോമാറ്റിസിറ്റി. അരോമാറ്റിസിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ നമ്മളെപ്പോഴും സൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ആര് തന്നെയാണ്? ബെൻസീൻ. ബെൻസീൻ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കോമ്പൗണ്ട്സ്. ഇപ്പം നമ്മൾ കണ്ട നാഫ്തലീൻ ആവാം, ആന്ത്രസീൻ ആവാം, അല്ലെങ്കിൽ ബെൻസീൻ്റെ ഡെറിവേറ്റീവ്സ് ആവാം, എന്തും ആവാം. ഇവരുടെയൊക്കെ ഇത്രയും കോമ്പൗണ്ടുകൾ, അതായത് ബെൻസീൻ പോലുള്ള വേറെ ഓർഗാനിക് കോമ്പൗണ്ടുകളുടെയും അവർക്കൊക്കെ ചില കെമിക്കൽ പ്രോപ്പർട്ടീസിലൊക്കെ ചില വ്യത്യാസങ്ങളുണ്ട്. കാരണം നമ്മൾ പറഞ്ഞു ഈ ബെൻസീനും ആന്ത്രസീനും നാഫ്തലീനും ഒക്കെ അഡീഷൻ റിയാക്ഷനെ പ്രിവെൻറ്റ് ചെയ്തിട്ട് അത് ഏതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് കാണാറ്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനെ അത് ഫേവർ ചെയ്യുന്നു. സാധാരണ ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട് എപ്പോഴും ഫേവർ ചെയ്യുന്നത് അഡീഷൻ റിയാക്ഷനെയാണ്. പക്ഷേ ബെൻസീൻ പോലുള്ള മോളിക്യൂൾസും അഡീഷൻ റിയാക്ഷൻസിനെ പ്രിവെൻറ്റ് ചെയ്തിട്ട് അവിടെ ഏത് റിയാക്ഷനെയാണ് ഫേവർ ചെയ്യുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനെയാണ് ഫേവർ ചെയ്യുന്നത്. അതായത് ഇവിടെ അൺസാച്ചുറേഷൻ ഉണ്ട്. അൺസാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടായിട്ടും അഡീഷനെ പ്രിവെൻറ്റ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂഷനെ ഫേവർ ചെയ്യുന്ന ആ ഒരു ബിഹേവിയറാണ് എന്തിന് കാരണമാകുന്നത്? അരോമാറ്റിസിറ്റി ഉള്ളത് കൊണ്ടാണ് ഈ മോളിക്യൂൾസിന് ഈ ഒരു പ്രോപ്പർട്ടി കാണിക്കാൻ പറ്റുന്നത്. ഇനി നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കിയാൽ, അതായത് ശരിക്കും അരോമാറ്റിക് കോമ്പൗണ്ട്സിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കിയാൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അരോമാറ്റിക് കോമ്പൗണ്ട്സ് സൈക്ലിക് ആയിരിക്കും. അതുപോലെ തന്നെ 5, 6, 7, 8 കാർബൺ ആറ്റംസ് ഒക്കെ ചേർന്നിട്ടുള്ള സൈക്ലിക് സിസ്റ്റം ആയിരിക്കും. അത് മോണോസൈക്ലിക്കും ആവാം,
പോളിസൈക്ലിക് ആവാം, ഫ്യൂസ്ഡ് റിംഗ് സിസ്റ്റംസ് ആവാം, എന്തോ ആവാം. അപ്പോൾ പോളിസൈക്ലിക് ആവാം, മോണോസൈക്ലിക് ആവാം, ഫ്യൂസ്ഡ് റിംഗ് സിസ്റ്റം ആവാം. മോണോസൈക്ലിക്കിന് എക്സാമ്പിളാണ് ബെൻസീൻ. പോളിസൈക്ലിക് എന്ന് പറയുമ്പോൾ എന്ത് വരാം? പോളിസൈക്ലിക്കും ഫ്യൂസ്ഡും ഒക്കെ ഏതാണ്ട് ഒരുപോലെയാണ്. മോർ ദാൻ വൺ സൈക്ലിക് സിസ്റ്റമാണ്. അപ്പോൾ പോളിസൈക്ലിക് എന്ന് പറയേണ്ട, മോണോസൈക്ലിക്കും അതുപോലെ തന്നെ ഫ്യൂസ്ഡ് റിംഗ് സിസ്റ്റം. ഇത് ആന്ത്രസീൻ, ഫിനാൻഡ്രീൻ എന്ന് പറയുന്ന മോളിക്യൂൾ, ഇതെല്ലാം എന്താണ്? അരോമാറ്റിക് കോമ്പൗണ്ട് ആണ്, സൈക്ലിക് കോമ്പൗണ്ട് ആണ്. ഇപ്പോൾ ഇത് 6 മെമ്പേർഡ് ആണ്. അടുത്ത് നമ്മൾ 5 മെമ്പേർഡ് നോക്കി അരോമാറ്റിക് കോമ്പൗണ്ട് എടുത്താൽ ഇതൊരു അരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. അടുത്ത് 8 മെമ്പേർഡ് റിംഗ് അരോമാറ്റിക്കിൽ വരാറുണ്ട്. ഇതുപോലെയൊക്കെ വരും. ഇതിൻ്റെയൊക്കെ കൺഫർമേഷനിലൊക്കെ വ്യത്യാസം വരാം, ഓർത്തിരിക്കുക. 8 മെമ്പേർഡ് റിംഗ്, 5 മെമ്പേർഡ് റിംഗ് ആവാം, 6 മെമ്പേർഡ് റിംഗ് ആവാം, 7 ആവാം, 8 ആവാം. ഇതുപോലെ സൈക്ലിക് കോമ്പൗണ്ട്സുകളാവാം. അത് മോണോസൈക്ലിക്കും ആവാം, ഫ്യൂസ്ഡ് റിംഗ് സിസ്റ്റംസും ആവാം. രണ്ടാമത് നമ്മൾ നോക്കുമ്പോൾ ഈ മോളിക്യൂൾസ് എല്ലാം എന്തായിരിക്കണം? പ്ലനാർ മോളിക്യൂൾസ് ആവണം. ഈ പ്ലനാർ മോളിക്യൂൾ ആണെങ്കിൽ മാത്രമേ അവിടെ അരോമാറ്റിക് ആണെന്ന് നമ്മൾ പറയാൻ പറ്റൂ. ഈ പ്ലനാരിറ്റി നമ്മൾ കൺഫേം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസും ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ മെത്തേഡുകളുമാണ് പ്ലനാരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അരോമാറ്റിക് കോമ്പൗണ്ട്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊന്ന് എന്തായിരുന്നു? മോളിക്യൂൾ ഷുഡ് ബി സൈക്ലിക്. അത് എത്ര റിംഗ് ഒക്കെ ആവാം? 5 ആവാം, 6 ആവാം, 7 ആവാം, 8 ആവാം, അതിൽ കൂടുതൽ വേണേലും ആവാം. അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ മോളിക്യൂൾ ഷുഡ് ബി പ്ലനാർ. പ്ലനാർ തന്നെ ആയിരിക്കണം. അത് കൺഫേം ചെയ്യാൻ യൂസ് ചെയ്യുന്ന 2 ടെക്നിക്കാണ് എക്സ്റേ ഡിഫ്രാക്ഷൻ ടെക്നിക് ആൻഡ് ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ മെത്തേഡ്സ്. ഈ 2 മെത്തേഡും യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ അത് പ്ലനാർ ആണോ അല്ലേന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തത് എന്തായിരുന്നു? സൈക്ലിക് ആയിരിക്കണം. രണ്ടാമത്തത് പ്ലനാർ ആയിരിക്കണം. ഇനി ഇവിടെ ഈ മോളിക്യൂളിൽ ഡബിൾ ബോണ്ടുകൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബോണ്ടുകൾ ഉണ്ട് എങ്കിലും അതെന്തിനെ ഫേവർ ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിനെ ഫേവർ ചെയ്യണം. നോർമലി കോമ്പൗണ്ട്സ് തരുന്ന, നോർമൽ മൾട്ടിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ് തരുന്ന അഡീഷൻ റിയാക്ഷൻസ് ഇതിനെ ഫേവർ ചെയ്യാൻ പാടില്ല. ഈ മോളിക്യൂൾസ് എന്തിനെ റെസിസ്റ്റ് ചെയ്യണം? നോർമൽ മൾട്ടിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ് തരുന്ന അഡീഷൻ റിയാക്ഷൻസിനെ റെസിസ്റ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മൾ അലിഫാറ്റിക് കോമ്പൗണ്ടുകൾ എടുത്താൽ ഇവിടെ മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ട്. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ആണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാം, പക്ഷെ അണ്ടർ കണ്ടീഷൻസ് ഒക്കെ കൊടുത്താൽ മാത്രമേ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കൂ. നോർമലി മൾട്ടിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ടിൽ എന്ത് റിയാക്ഷനാണ് നടക്കാറ്? അഡീഷൻ റിയാക്ഷനാണ് നടക്കാറ്. പക്ഷേ ഇപ്പോൾ നമ്മളൊരു അരോമാറ്റിക് കോമ്പൗണ്ട് എടുത്താൽ അതെന്തിനെ ഫേവർ ചെയ്യുന്നതായിരിക്കണം? അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്തിനെ ഫേവർ ചെയ്യുന്നതായിരിക്കണം? അഡീഷൻ റിയാക്ഷനെ റെസിസ്റ്റ് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനെ ഫേവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അതുപോലെ ഈ അൺസാച്ചുറേഷൻ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പറഞ്ഞു അഡീഷനെ ഫേവർ ചെയ്യാൻ പാടില്ല. അടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ നോക്കുമ്പോൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിനാണ് അത് ജനറലി ഫേവർ ചെയ്യുന്നത്. അപ്പോൾ അഡീഷനെ റെസിസ്റ്റ് ചെയ്യുന്നു, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിനെ ഫേവർ ചെയ്യുന്നു. അതിന് എക്സാമ്പിളാണ് ഹാലജനേഷൻ, നൈട്രേഷൻ, സൾഫോണേഷൻ, ഇതുപോലുള്ള റിയാക്ഷൻസ്. ഇനി നമ്മൾ ഇതിൻ്റെ സ്റ്റെബിലിറ്റി നോക്കുമ്പോൾ ഇതിനൊക്കെ എന്താണ്? ഹൈ സ്റ്റെബിലിറ്റിയാണ്. ഹൈ സ്റ്റെബിലിറ്റിയും ഉണ്ട്, അതുപോലെ തന്നെ ഹൈ റെസൊണൻസ് എനർജിയും ഉണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, നമ്മൾ പറഞ്ഞ 5 പോയിന്റുകളാണ്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ സൈക്ലിക് ആയിരിക്കണം എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്ലനാർ ആയിരിക്കണം എന്ന് പറഞ്ഞു. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അഡീഷൻ റിയാക്ഷനെ റെസിസ്റ്റ് ചെയ്യണം. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു ഫേവർ ചെയ്യേണ്ടത് ഏത് റിയാക്ഷനെയാണ്? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനെയാണ് ഫേവർ ചെയ്യേണ്ടത്. അത് നമ്മൾ കണ്ടു, ഇതിന് ഹൈ സ്റ്റെബിലിറ്റിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റെസൊണൻസ് വാല്യൂം എന്താണ്? ഹൈ റെസൊണൻസ് എനർജിയും ആണ്. അപ്പോൾ സൈക്ലിക് ആണ്, പ്ലനാർ ആണ്. നോർമൽ ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സിനെ പോലെ ഇത് അഡീഷൻ റിയാക്ഷൻ തരാൻ പാടില്ല. അൺസാച്ചുറേഷൻ ഉണ്ടെങ്കിലും അത് ഫേവർ ചെയ്യേണ്ടത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിനെയാണ്. ഇതിൻ്റെ സ്റ്റെബിലിറ്റി നമ്മൾ നോക്കുമ്പോൾ ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി ഹൈലി സ്റ്റേബിൾ വിത്ത് ഹൈ റെസൊണൻസ് എനർജി. ഇത്രയാണ് സാധാരണ നമ്മൾ പറയുന്ന ഒരു അരോമാറ്റിക് കോമ്പൗണ്ട്സിൻ്റെ പ്രോപ്പർട്ടീസ്. ഇനി ഒരെണ്ണം കൂടി നമ്മൾ പറയാറുണ്ട്.
മിക്കവാറും ഉള്ള അരോമാറ്റിക് കോമ്പൗണ്ടിൽ എന്തുണ്ടാവും? ബെൻസീൻ റിംഗ് ഉണ്ടാവും. അങ്ങനെ ബെൻസീൻ റിംഗ് ഉണ്ടായാൽ ആ മോളിക്യൂളിനെ നമ്മൾ ജനറലി വിളിക്കുന്ന കാറ്റഗറിയാണ് ബെൻസിനോയിഡ് സിസ്റ്റംസ്. ബെൻസിനോയിഡ് സിസ്റ്റംസ് എന്ന് വിളിക്കും. ബെൻസീൻസ് ഉള്ള അരോമാറ്റിക് കോമ്പൗണ്ട്സ് ബെൻസിനോയിഡ് കോമ്പൗണ്ട്സ്. അതല്ലാത്തതിനെയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? നോൺ ബെൻസിനോയിഡ് കോമ്പൗണ്ട്സ് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്. സൈക്ലിക് ആയിരിക്കണം, പ്ലനാർ ആയിരിക്കണം. ഇത് രണ്ടും മസ്റ്റ് ആയിട്ടുണ്ടായിരിക്കണം. പിന്നെ അത് അഡീഷൻ റിയാക്ഷൻസിനെ റെസിസ്റ്റ് ചെയ്യുക, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനെ ഫേവർ ചെയ്യുക, ഹൈ സ്റ്റെബിലിറ്റി ആയിരിക്കണം, ഹൈ റെസൊണൻസ് എനർജി ആയിരിക്കണം. പിന്നെ അരോമാറ്റിക് കോമ്പൗണ്ട്സിൽ ബെൻസീൻ വന്നാൽ അതിനെ നമ്മൾ ബെൻസിനോയിഡ് സിസ്റ്റംസ് എന്ന് പറയും. അതല്ലാതെ ബെൻസീൻ ഇല്ലാത്ത അരോമാറ്റിക് കോമ്പൗണ്ടുകളാണ് എങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് നോൺ ബെൻസിനോയിഡ് സിസ്റ്റംസ്. അടുത്ത് ഈ അരോമാറ്റിക് ക്യാരക്ടർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ 2 തിയറീസ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതിലൊന്നാമത്തെ തിയറിയുടെ പേരാണ് അരോമാറ്റിക് സെക്സ്റ്റെറ്റ് തിയറി. നമ്മൾ ഒക്ടെറ്റ് കേട്ടിട്ടുണ്ടായില്ലേ? ഒക്ടെറ്റ് മീൻസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 8 ആയിരിക്കണം. അപ്പോൾ സെക്സ്റ്റെറ്റ് മീൻസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയായിരിക്കണം? 6 ആയിരിക്കണം. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ അരോമാറ്റിക് റിംഗ് സിസ്റ്റത്തിൽ 6 ഇലക്ട്രോൺസ് ഉള്ള ഗ്രൂപ്പുകൾ ഉണ്ട് എങ്കിൽ അത് അരോമാറ്റിക് ആണെന്ന് പറയാം. അതാണ് അതിൻ്റെ കോർ കണ്ടന്റ്. സെക്സ്റ്റെറ്റ് മീൻസ് 6 ഇലക്ട്രോൺസ്. ഈ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളിൻ്റെ പേരാണ് റോബിൻസൺ. അപ്പോൾ അരോമാറ്റിക് സെക്സ്റ്റെറ്റ് തിയറി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ റോബിൻസൺ. ഈ തിയറി പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഒരു അരോമാറ്റിക് കോമ്പൗണ്ടിൽ മസ്റ്റായിട്ട്, അതായത് എസെൻഷ്യൽ ഫാക്ടർ എന്ന് പറയുന്നത് തന്നെ എന്താണ്? 6 ഇലക്ട്രോൺസ്, 6 മോർ ഇലക്ട്രോൺസ് എന്തുണ്ടായിരിക്കണം? ഇപ്പം നമ്മൾ അതിനൊരു എക്സാമ്പിൾ നമ്മൾ പറയാം. ബെൻസീൻ റിംഗ് എടുത്തു. ബെൻസീനിൽ 3 ഡബിൾ ബോണ്ടുകളാണ് ഉള്ളത്. ഒരു ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ. അപ്പം 3 ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 × 2 6 ഇലക്ട്രോൺസ്. അങ്ങനെയാണ് എങ്കിൽ ഈ 6 ഇലക്ട്രോൺസ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ റിംഗ് സിസ്റ്റത്തിന് നമുക്ക് എന്താണെന്ന് പറയാം? അരോമാറ്റിക് ആണെന്ന് നമുക്ക് പറയാം. അതായത് ഈ ഒരു സൈക്ലിക് സിസ്റ്റം എടുത്താൽ അവിടെ നമുക്ക് ഒരു ക്ലോസ്ഡ് ഗ്രൂപ്പ് ഓഫ് 6 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം. ക്ലോസ്ഡ് ഗ്രൂപ്പ് ഓഫ് 6 ഇലക്ട്രോൺസ്. ഇതിപ്പോൾ ഒരു ക്ലോസ്ഡ് അല്ലേ? അവിടെ എത്ര ഇലക്ട്രോൺസിൻ്റെ ഗ്രൂപ്പ് ഉണ്ട്? 6 ഇലക്ട്രോൺസിൻ്റെ ഗ്രൂപ്പ് ഉണ്ട്. ആ 6 ഇലക്ട്രോൺസിൻ്റെ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അരോമാറ്റിക് സെക്സ്റ്റെറ്റ്. അരോമാറ്റിക് സെക്സ്റ്റെറ്റ് എന്ന് വിളിക്കുന്നത്. ഈ അരോമാറ്റിക് സെക്സ്റ്റെറ്റ് എന്ന് പറയുമ്പോൾ അരോമാറ്റിക് സെക്സ്റ്റെറ്റ് എന്ന് പറഞ്ഞാൽ എ ക്ലോസ്ഡ് ഗ്രൂപ്പ് ഓഫ് 6 ഇലക്ട്രോൺസ്. ഇപ്പം നമ്മൾ ബെൻസീൻ എടുത്തു. അതിൽ ബെൻസീൻ എന്തുണ്ട്? ഒരു സൈക്ലിക് ആണ്. അതുകൊണ്ട് അതിനെ ക്ലോസ്ഡ് എന്ന് പറയാം. അവിടെ 3 ഡബിൾ ബോണ്ടുകളാണുള്ളത്. ഈച്ച് ഡബിൾ ബോണ്ട് ക്യാരീസ് 2 ഇലക്ട്രോൺ. അപ്പോൾ 3 ഡബിൾ ബോണ്ട് ആകുമ്പോഴേക്കും എത്രയാവും? 6 ഇലക്ട്രോൺ ആയി. അപ്പോൾ ബെൻസീനിൽ അരോമാറ്റിക് സെക്സ്റ്റെറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് എന്താണെന്ന് വിളിക്കാം? അരോമാറ്റിക് ആണെന്ന് വിളിക്കാം. ഈ സെക്സ്റ്റെറ്റ് ഇലക്ട്രോൺസ് നമ്മൾ ഇതുപോലുള്ള റിങ്ങുകളിൽ മാത്രമല്ല, അടുത്ത് നമ്മളൊരു ഹെറ്ററോസൈക്ലിക് റിംഗ് പരിഗണിച്ചാൽ ഇങ്ങനൊരു മോളിക്യൂൾ ഉണ്ട്. ഇവിടെ ഒരു ഡബിൾ ബോണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട്. ഈ റിംഗ് സിസ്റ്റത്തിലും എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? എത്ര പൈ ബോണ്ടുകളുണ്ട്? 3 പൈ ബോണ്ടുകൾ. അപ്പോൾ 3 പൈ ബോണ്ട് അല്ലെങ്കിൽ 3 ഡബിൾ ബോണ്ട് മീൻസ് 6 ഇലക്ട്രോൺസ്. അപ്പോൾ അവിടെയും എന്തുണ്ട്? ക്ലോസ്ഡ് ഗ്രൂപ്പ് ഓഫ് 6 ഇലക്ട്രോൺസ് ഉണ്ട്. അരോമാറ്റിക് സെക്സ്റ്റെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് അരോമാറ്റിക് ആണ്. അടുത്ത് നമ്മൾ നോക്കുന്ന വേറൊരു മോളിക്യൂളാണ് നൈട്രജൻ, ഹൈഡ്രജൻ. ഇവിടെ 2 എണ്ണം. ഇവിടെ നമ്മൾ നോക്കിക്കേ, ഇവിടെ 2 ഡബിൾ ബോണ്ടേ ഉള്ളൂ. അപ്പോൾ 2 ഡബിൾ ബോണ്ട് ആകുമ്പോൾ ടോട്ടൽ പൈ ഇലക്ട്രോൺസ് എത്രയായി? 4 ആയിട്ടുള്ളൂ. നമുക്കറിയാം നൈട്രജനിൽ എപ്പോഴും എന്തുണ്ട്? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അവിടെ നിന്ന് 2 ഇലക്ട്രോണിനും കൂടെ കിട്ടിയില്ലേ? അപ്പോൾ ടോട്ടൽ 4 + 2 6 ഇലക്ട്രോൺസ്. ഇതൊരു ക്ലോസ്ഡ് റിംഗ് സിസ്റ്റം. ക്ലോസ്ഡ് റിംഗ് സിസ്റ്റത്തിൽ 6 ഇലക്ട്രോൺസ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ക്ലോസ്ഡ് ഗ്രൂപ്പ് ഓഫ് 6 ഇലക്ട്രോൺസ്. ദാറ്റ് മീൻസ് അരോമാറ്റിക് സെക്സ്റ്റെറ്റ് മോളിക്യൂൾ ഷുഡ് ബി അരോമാറ്റിക്. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ നൈട്രജനിലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. കാരണം ഇവിടെ ഓൾറെഡി 6 ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് നൈട്രജനിലെ ഇലക്ട്രോൺസ് എക്സസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നൈട്രജനിലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഡീലോക്കലൈസേഷനിൽ വരുന്നില്ല.
പക്ഷേ ഇവിടെയാണെങ്കിൽ ഇവിടെ 2 ഡബിൾ ബോണ്ടേ ഉള്ളൂ. ഇവിടുത്തെ നൈട്രജൻ വേറെ പൈ ബോണ്ടുകളുമായിട്ടൊന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഡീലോക്കലൈസേഷനിൽ ഇൻവോൾവ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മളിവിടെ 6 ഇലക്ട്രോൺസ് എടുത്തത്. അടുത്ത് നമ്മൾ വേറൊരു മോളിക്യൂൾ നോക്കിയാൽ ഫ്യൂറാൻ. ഇവിടെയും 2 ഡബിൾ ബോണ്ടാണ് ഉള്ളത്. 2 ഡബിൾ ബോണ്ടിൽ നിന്നും കൂടെ നമുക്ക് കിട്ടുന്നത് 4 ഇലക്ട്രോൺസ് ആണ്. ഓക്സിജനിൽ 2 പെയർ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്, 2 പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അതിൽ ഒരു പെയറും കൂടി എന്ത് ചെയ്യും? ഡീലോക്കലൈസേഷനിൽ വരും. ഓക്സിജൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 2 ഇലക്ട്രോൺ, ടോട്ടൽ 6 ഇലക്ട്രോൺസ്. അപ്പോൾ അരോമാറ്റിക് സെക്സ്റ്ററ്റ് ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മോളിക്യൂൾ എന്താണ്? അരോമാറ്റിക് ആണെന്ന് പറയാം. ഇത് നമ്മൾ സാധാരണയായിട്ട് കാണപ്പെടുന്ന കോമ്പൗണ്ടുകളിൽ ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട് നമ്മൾ എടുത്തപ്പോൾ 5 മെമ്പേർഡ് ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സിൻ്റെ പ്രത്യേകതയാണ് അതിലെ ഹെറ്ററോ ആറ്റം 2 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഡീലോക്കലൈസേഷന് വേണ്ടിയിട്ട് 2 ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യും. ഓർത്തിരിക്കുക, ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സിലെ 5 മെമ്പേർഡ് റിംഗ് സിസ്റ്റംസ്. ഇപ്പോൾ ഇവിടെ നമ്മൾ 6 മെമ്പേർഡ് കണ്ടു. ഇവിടുത്തെ നൈട്രജനിലെ ഇലക്ട്രോൺ എന്തിലേക്ക് പോകുന്നില്ല? ഡീലോക്കലൈസേഷനിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു 5 മെമ്പേർഡ് ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ടുകൾ എടുത്താൽ അതിലെ ഹെറ്ററോ ആറ്റം 2 ഇലക്ട്രോൺസിനെ ഡീലോക്കലൈസേഷനിൽ ഡൊണേറ്റ് ചെയ്ത് അതെന്തായിട്ട് മാറും? 6 ഇലക്ട്രോൺസ് ആയിട്ട് മാറും. അപ്പോൾ അവിടെ ക്ലോസ്ഡ് ഗ്രൂപ്പ് ഓഫ് 6 ഇലക്ട്രോൺസ് വരും. ആ ക്ലോസ്ഡ് ഗ്രൂപ്പ് ഓഫ് 6 ഇലക്ട്രോൺസ് ഈസ് നോൺ ആസ് അരോമാറ്റിക് സെക്സ്റ്ററ്റ്. അതുകൊണ്ട് തന്നെ ആ മോളിക്യൂൾ എന്താണെന്നും പറയാം? അരോമാറ്റിക് ആണെന്നും പറയാം. മനസ്സിലായോ ഒന്നാമത്തെ തിയറി? അരോമാറ്റിക് സെക്സ്റ്ററ്റ് തിയറി ഓർത്തിരിക്കുക. നമുക്ക് ആ റിംഗ് സിസ്റ്റത്തിൻ്റെ അകത്തുനിന്ന് എന്തുണ്ടായിരിക്കണം? 6 പൈ ഇലക്ട്രോൺസിനെ എടുക്കാൻ പറ്റണം. അപ്പോൾ അത് 6 പൈ ഇലക്ട്രോൺസിനെ എടുക്കുമ്പോൾ ആ ഒരു 6 പൈ ഇലക്ട്രോൺസ് ഒരു ക്ലോസ്ഡ് സിസ്റ്റമായിട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് അരോമാറ്റിക് സെക്സ്റ്ററ്റ് ആണ്, മോളിക്യൂൾ അരോമാറ്റിക് ആണെന്നും പറയാം. ഇപ്പോൾ നമ്മൾ 5 മെമ്പേർഡ് ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട് നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ അതിലെല്ലാം 2 ഡബിൾ ബോണ്ടേ ഉള്ളൂ. അപ്പോൾ 2 ഡബിൾ ബോണ്ട് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് വരും? ഓ, ഇവിടെ 6 ഇലക്ട്രോൺസ് ഇല്ല, ഓൺലി 4 ഇലക്ട്രോൺസ്. അതാണ് നമ്മൾ പറഞ്ഞത്. 5 മെമ്പേർഡ് ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സ് കൺസിഡർ ചെയ്യുമ്പോൾ അതിലെ ഹെറ്ററോ ആറ്റം എത്ര ഇലക്ട്രോൺസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യും? 2 ഇലക്ട്രോൺസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇതിലുള്ള ഡബിൾ ബോണ്ടിനെ കൂടാതെ ഹെറ്ററോ ആറ്റത്തിൻ്റെ 2 ഇലക്ട്രോണും കൂടെ വരുമ്പോൾ എന്ത് കിട്ടി? 6 ഇലക്ട്രോൺസ് കിട്ടി. അങ്ങനെ അതും എന്താവും? അരോമാറ്റിക് ആയിട്ട് മാറും. മനസ്സിലായോടെ? ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചോദിക്കണം, അല്ലെങ്കിൽ പിന്നെ ഞാൻ വിചാരിക്കും നിങ്ങൾ ഉറങ്ങുമെന്ന്. അടുത്ത തിയറി പറയട്ടെ. അടുത്ത് നമ്മൾ പറയുന്നത് ഹക്കിൾസ് 4n+2 റൂൾ ഓഫ് അരോമാറ്റിസിറ്റി. അപ്പം ആദ്യം നമ്മൾ പറഞ്ഞ തിയറി എന്തായിരുന്നു? അരോമാറ്റിക് സെക്സ്റ്ററ്റ് തിയറി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ റോബിൻസൺ. അവിടെ ഒരു സൈക്ലിക് സിസ്റ്റം എടുത്താൽ അവിടെ ക്ലോസ്ഡ് സിസ്റ്റം, അതായത് ഒരു 5 ഇലക്ട്രോൺസിൻ്റെ 6 ഇലക്ട്രോൺസ് ചേർന്ന ഒരു ഗ്രൂപ്പ് നമുക്ക് കിട്ടണം. അതാണ് അരോമാറ്റിക് സെക്സ്റ്ററ്റ് എന്ന് പറഞ്ഞത്. ഈ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി ആരാണ്? ഹക്കിളാണ് ഈ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ തിയറി പറയുന്നതിന് മുന്നേ നമുക്ക് അതിൻ്റെ ഒരു 3 കൺസെപ്റ്റുകളുണ്ട്. ആ കൺസെപ്റ്റ് നോക്കണം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ എന്തുണ്ടായിരിക്കണം? ഒരു കംപ്ലീറ്റ് ഡീലോക്കലൈസേഷൻ ഉണ്ടായിരിക്കണം. കംപ്ലീറ്റ് ഡീലോക്കലൈസേഷൻ എന്ന് പറഞ്ഞാൽ പൈ ബോണ്ടുകൾ ഓൾട്ടർനേറ്റ് ആയിട്ട് നിൽക്കാനൊരു പോസിബിലിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ പൈ ബോണ്ടുകളുടെ അല്ലെങ്കിൽ പൈ ഇലക്ട്രോൺസുകൾക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ട് എന്തുണ്ടായിരിക്കണം? കംപ്ലീറ്റ് ഡീലോക്കലൈസേഷൻ ഉണ്ടായിരിക്കണം. ആ ഡീലോക്കലൈസേഷൻ ഉണ്ടെങ്കിൽ മോളിക്യൂൾ എന്താവാനുള്ള പോസിബിലിറ്റി ഉണ്ട്? അരോമാറ്റിക് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിന് എക്സാമ്പിൾ നമ്മൾ നോക്കിയാൽ ഇതിപ്പോൾ ബെൻസീൻ റിംഗ് ആണ്. ഈ ബെൻസീൻ റിംഗിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡബിൾ ബോണ്ടിന് ഇങ്ങോട്ട് വരാം. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് പോകും, ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് പോകും. അപ്പോൾ നമ്മുടെ സ്ട്രക്ചർ എന്തായിട്ട് മാറും? ഡബിൾ ബോണ്ടുകളുടെ പൊസിഷൻ ഒന്ന് മാറി ഇങ്ങോട്ടായി. അടുത്ത മൊമെൻറ്റിൽ തന്നെ അത് എന്ത് ചെയ്യും? ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് വന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കംപ്ലീറ്റ് ഡീലോക്കലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ നിന്ന് ഒരു ബോണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എക്സസ് ഉള്ള ബോണ്ട് മാറുന്നുണ്ട്. ഇനി നമ്മൾ വേറൊരു മോളിക്യൂൾ എടുത്താൽ ഇങ്ങനൊരു മോളിക്യൂൾ
ഇവിടെ ഒരു ഡബിൾ ബോണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട്. ഇവിടെയും ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ അവിടെ അരോമാറ്റിക് സെക്സ്റ്ററ്റ് ഉണ്ടെന്ന് നമുക്ക് പറയാം. ഇനി നോക്കിക്കേ, ഈ ബോണ്ട് ഇങ്ങോട്ട് വന്നു, ഈ ബോണ്ട് ഇങ്ങോട്ട് വന്നു, ഈ ബോണ്ട് ഇങ്ങോട്ട് വന്നു. പക്ഷെ ഇവിടെ നിന്ന് അടുത്ത് ഡീലോക്കലൈസ് ചെയ്യാൻ ഇവിടെ എന്തില്ല? പൈ ഇലക്ട്രോൺ ഇല്ല, അല്ലെങ്കിൽ പൈ ബോണ്ട് ഇല്ല. അപ്പോൾ ഇവിടുത്തെ ഡീലോക്കലൈസേഷൻ ഇവിടെ വെച്ച് എന്തായിപ്പോയി? സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇതുവരെ ഇങ്ങോട്ട് വന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരെ ഡീലോക്കലൈസേഷൻ പോസിബിൾ ആണ്. പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അടുത്ത് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടായാൽ മാത്രമേ അടുത്ത ഡീലോക്കലൈസേഷൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്തില്ല? നോ കംപ്ലീറ്റ് ഡീലോക്കലൈസേഷൻ. മനസ്സിലായോ പറഞ്ഞത്? ഇത് കംപ്ലീറ്റ് ഡീലോക്കലൈസേഷൻ, അതായത് പൈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓൾട്ടർനേറ്റ് വരുമ്പോഴാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡീലോക്കലൈസേഷൻ വരുന്നത്. ഇവിടെ നമ്മൾ ഡീലോക്കലൈസേഷൻ നോക്കിയപ്പോൾ ഇവിടെ 3 ഓൾട്ടർനേറ്റ് ആയിട്ട് വന്നിട്ട് പിന്നെ 2 ബോണ്ടുകൾ ഫ്രീ ആയിട്ട് സിംഗിൾ ബോണ്ടായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ ഡീലോക്കലൈസേഷൻ സ്റ്റോപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് എന്താവില്ല? അരോമാറ്റിക് ആവത്തില്ല. ഇവിടെ എന്തില്ല? കംപ്ലീറ്റ് ഡീലോക്കലൈസേഷൻ ഇല്ല, അതുകൊണ്ട് അരോമാറ്റിക് അല്ല. ഇവിടെ കംപ്ലീറ്റ് ഡീലോക്കലൈസേഷൻ ഉണ്ട്, അതുകൊണ്ട് ഇവിടെ അരോമാറ്റിക് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ റിംഗ് സിസ്റ്റംസ്, അതായത് ഈ ഡീലോക്കലൈസേഷൻ നടക്കുന്ന പൈ ഇലക്ട്രോൺസ് ഉള്ള റിംഗ് സിസ്റ്റം എന്തായിരിക്കണം? പ്ലനാർ ആയിരിക്കണം. അതായത് പ്ലനാർ മോളിക്യൂൾസ് വിത്ത് കംപ്ലീറ്റ് ഡീലോക്കലൈസേഷൻ. അതാണ് ഈ 2 പോയിന്റിനെയും കൂടെ ചേർത്ത് നമുക്ക് പറയാൻ പറ്റുന്നത്. പ്ലനാർ മോളിക്യൂൾ അല്ലെങ്കിൽ പ്ലനാർ റിംഗ് സിസ്റ്റം വിത്ത് കംപ്ലീറ്റ് ഡീലോക്കലൈസേഷൻ ആണ് എങ്കിൽ നമുക്കതിന് എന്ത് പറയാം? അരോമാറ്റിക് ആണെന്ന് പറയാം. ഇപ്പം നമ്മൾ ബെൻസീൻ എടുത്തു. ബെൻസീൻ പ്ലനാർ ആണ്. പക്ഷെ നമ്മൾ നേരത്തെ കണ്ട ഒരു 8 മെമ്പേർഡ് റിംഗ് ഉണ്ട്. 8 മെമ്പേർഡ് റിംഗിൽ ഓൾട്ടർനേറ്റ് ഡബിൾ ബോണ്ടും ഒക്കെ ഉണ്ട്. ഇവിടെ ഡീലോക്കലൈസേഷൻ പോസിബിൾ ആണ്. പക്ഷേ ഈ ഒരു മോളിക്യൂളിൻ്റെ ശരിക്കുള്ള സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെയാണ് നിൽക്കുന്നത്. അതായത് ഇവിടെ എന്തുണ്ട്? ഇത്രയും ഭാഗം ഒരു പ്ലെയിനിലും ഈ ഒരു ഭാഗം, ഇവിടെ 2 ഭാഗം വരെ, ഇത് 2 കാർബൺ ആറ്റംസ് എബോവ് ദ പ്ലെയിനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതെന്തല്ല? പ്ലനാർ മോളിക്യൂൾ അല്ല. ഇവിടെ ഡീലോക്കലൈസേഷൻ ഒക്കെ ഉണ്ട്. ഇത് ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇത് ഇങ്ങോട്ട് പോയി, അപ്പോൾ ഇങ്ങോട്ട് പോകാൻ സ്ഥലമുണ്ട്, ഇവിടെ ഇങ്ങോട്ട് വരാൻ സ്ഥലമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഈ മോളിക്യൂളിലെ എല്ലാ കാർബൺ ആറ്റംസും ഒരേ പ്ലെയിനിലല്ല. അതുകൊണ്ട് തന്നെ ഇത് എന്തല്ല? അരോമാറ്റിക് അല്ല. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ദ റിംഗ് സിസ്റ്റം ഷുഡ് ബി പ്ലനാർ. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബോണ്ടിങ് ഓർബിറ്റൽസ്. നമ്മളിപ്പോൾ എടുത്ത ആ റിംഗ് സിസ്റ്റത്തിലെ ബോണ്ടിങ് ഓർബിറ്റൽസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഫില്ലായിരിക്കണം. അതുപോലെ അതെന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? 4n+2 റൂള് സാറ്റിസ്ഫൈ ചെയ്യണം. 4n+2 റൂള് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ എന്നിന് എന്ത് വാല്യൂ കിട്ടണം? ഹോൾ നമ്പർ വാല്യൂ കിട്ടിയാൽ എന്ത് പറയാം? അരോമാറ്റിക് ആണെന്ന് പറയാം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് കംപ്ലീറ്റ് ഡീലോക്കലൈസേഷൻ ആയിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് മോളിക്യൂൾ ഷുഡ് ബി പ്ലനാർ ആയിരിക്കണം. മൂന്നാമത്തത് 4n+2 റൂള് സാറ്റിസ്ഫൈ ചെയ്യണം. ഈ 4n+2 റൂളിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ ഈ ഹക്കിൾസ് തിയറി വെച്ച് ജനറലി പറയുന്നതെന്ന് പറഞ്ഞാൽ ഫുള്ളി ഡീലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലനാർ മോളിക്യൂൾ, ഫുള്ളി ഡീലോക്കലൈസേഷൻ വേണം, അതുപോലെ തന്നെ സൈക്ലിക് ആയിരിക്കണം, അതുപോലെ എന്തായിരിക്കണം? പ്ലനാർ ആയിരിക്കണം. അതിൽ ഇത്രയാണ് നമ്മുടെ റിംഗ് സിസ്റ്റത്തിൻ്റെ കണ്ടീഷൻ. സൈക്ലിക് ആയിരിക്കണം, പ്ലനാർ ആയിരിക്കണം, കംപ്ലീറ്റ് ഡീലോക്കലൈസേഷൻ ഉണ്ടായിരിക്കണം. അത് എന്ത് റൂള് സാറ്റിസ്ഫൈ ചെയ്യണം? 4n+2 റൂള് സാറ്റിസ്ഫൈ ചെയ്താൽ നമ്മുടെ മോളിക്യൂൾ അരോമാറ്റിക് ആണെന്ന് നമുക്ക് പറയാം. മനസ്സിലായോ? അപ്പോൾ molecule should be cyclic, planar and with fully delocalization or complete delocalization obeying 4n+2 rule is known as aromatic molecule. എന്നാൽ മാത്രമേ ഹക്കിൾസിൻ്റെ തിയറി വെച്ച് അരോമാറ്റിക് മോളിക്യൂൾ ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾ അതിനൊരു എക്സാമ്പിൾ എടുക്കുകയാണ് ബെൻസീൻ. ബെൻസീൻ നമുക്കറിയാം കംപ്ലീറ്റ് ഡീലോക്കലൈസേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഡീലോക്കലൈസേഷൻ സാറ്റിസ്ഫൈഡ് ആണ്, സൈക്ലിക് ആണ്, സാറ്റിസ്ഫൈഡ് ആണ്, മോളിക്യൂൾ പ്ലനാർ ആണ്, സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തു.
അടുത്ത് നമ്മൾ നോക്കേണ്ടത് 4n+2 എന്ന് പറയുന്നത് ഇവിടുത്തെ പൈ ഇലക്ട്രോൺസിന് ഈക്വൽ ആയിരിക്കണം. അതായത് എന്നിൻ്റെ വാല്യൂസ് എന്നിന് 1 2 3 4. ആദ്യം നമ്മൾ എന്നിന് 1 വാല്യൂ കൊടുത്തു. അപ്പോൾ എന്ത് കിട്ടും? 4 + 2 6. ശരിയല്ലേ? അതല്ല എങ്കിൽ 4n+2 ടോട്ടൽ പൈ ഇലക്ട്രോൺസ്. ഇപ്പോൾ ഇവിടെ മൊത്തം 6 പൈ ഇലക്ട്രോൺസ് ആണുള്ളത്. 4n = 6 - 2 4. n = 4/4 1. ഇതുപോലെ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ എന്നിന് 1 2 3 etc. ഹോൾ നമ്പർ വാല്യൂസ് ആണ് കിട്ടുന്നത് എങ്കിൽ ആ മോളിക്യൂൾ എന്തായി? അരോമാറ്റിക് ആയി. മനസ്സിലായോ പറഞ്ഞത്? ഇപ്പോൾ ഒരു മോളിക്യൂൾ തന്നാൽ അരോമാറ്റിക് ആണോ അല്ലേന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? പറ്റത്തില്ലേടേ? എന്തൊക്കെ നോക്കണം? പ്ലനാർ ആണോ എന്നറിയാം, പിന്നെ അത് സൈക്ലിക് ആണോ എന്നറിയാം, പിന്നെ കംപ്ലീറ്റ് ഡീലോക്കലൈസേഷൻ ഉണ്ടോ എന്ന് നോക്കുക. 4n+2 അതിലെ നമ്പർ ഓഫ് പൈ ഇലക്ട്രോൺസ് ആണോ എന്ന് നോക്കുക. എന്നിട്ട് അവിടെ എന്നിൻ്റെ വാല്യൂ എപ്പോഴും ഹോൾ നമ്പർ വാല്യൂ വരുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിന് ഹോൾ നമ്പർ വാല്യൂ വന്നാൽ നമ്മുടെ മോളിക്യൂൾ എന്താണ്? അരോമാറ്റിക് ആണെന്ന് പറയാം. ശരിയല്ലേ? ഇപ്പോൾ നമ്മൾ ബെൻസീൻ കണ്ടു. അടുത്ത് നമ്മൾ നേരത്തെ പഠിച്ച മോളിക്യൂൾ തന്നെ എടുക്കാം, നാഫ്തലീൻ. നാഫ്തലീന് നമ്മൾ പറഞ്ഞപ്പോഴേ പറഞ്ഞു, നാഫ്തലീനിലെ എല്ലാ കാർബൺ ആറ്റംസും എല്ലാ ഹൈഡ്രജനും ഒരേ പ്ലെയിനിലാണെന്ന് പറഞ്ഞു. ഇതാണ് നാഫ്തലീൻ. ഇവിടെയും നമ്മൾ ഡീലോക്കലൈസേഷൻ നോക്കുമ്പോൾ ഇതിന് ഇങ്ങോട്ട് വരാം, ഇതിന് ഇങ്ങോട്ട് വരാം, ഈ ബോണ്ടിന് ഇങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് പോവാം, ഇങ്ങോട്ടൊക്കെ പോവാം. അപ്പോൾ ഇവിടെയും എന്തുണ്ട്? കംപ്ലീറ്റ് ഡീലോക്കലൈസേഷൻ ഉണ്ടല്ലോ. അടുത്ത് നമ്മൾ പറഞ്ഞു പ്ലനാർ ആണെന്ന് പറഞ്ഞു. പിന്നെ മോളിക്യൂൾ കണ്ടാൽ തന്നെ അറിയാം മോളിക്യൂൾ എന്ത് മോളിക്യൂളാണ്? സൈക്ലിക് ആണ്. അത് മോണോസൈക്ലിക് ആയിക്കോട്ടെ, ഫ്യൂസ്ഡ് റിംഗ് സിസ്റ്റംസ് ആയിക്കോട്ടെ, അതെന്തോ ആയാലും കുഴപ്പമില്ല. സൈക്ലിക് ആണോ? സൈക്ലിക് ആണ്. പ്ലനാർ ആണ്. കംപ്ലീറ്റ് ഡീലോക്കലൈസേഷനും ഉണ്ട്. ഇനി നമ്മളിവിടെ നോക്കിക്കുക, 5 ഡബിൾ ബോണ്ടുകളാണുള്ളത്. 5 ഡബിൾ ബോണ്ട് മീൻസ് എത്ര ഇലക്ട്രോൺസ് ആണ്? 10 ഇലക്ട്രോൺസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ 4n+2 = 10 എന്ന് കൊടുത്തു നോക്കി. അപ്പോൾ 4n = 10 - 2 that is equal to 8. Therefore 4n = 8/8. n = 8/4 that is equal to 2. അപ്പോൾ ഇവിടുത്തെ 4n+2 റൂളിൽ 4n+2 = 10 കിട്ടി. അപ്പോൾ നമുക്ക് എന്നിൻ്റെ വാല്യൂ എത്ര കിട്ടി? 2 കിട്ടി. അതൊരു ഹോൾ നമ്പർ വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? നാഫ്തലീൻ അരോമാറ്റിക് ആണെന്ന് പറയാം. അടുത്ത് നമ്മൾ ആന്ത്രസീൻ എടുക്കുന്ന സമയത്ത് ആന്ത്രസീനിലെ എല്ലാ കാർബൺ ആറ്റവും എല്ലാ ഹൈഡ്രജനും പ്ലനാർ ആണ്, എല്ലാം ഒരേ പ്ലെയിനിലാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി ഇവിടെ ഡീലോക്കലൈസേഷൻ ഉണ്ട്. ബെൻസീൻ റിംഗ് ഫ്യൂസ് ചെയ്തിരിക്കുകയല്ല, അപ്പോൾ എന്തായാലും എന്തുണ്ടാവും? ഡീലോക്കലൈസേഷൻ ഉണ്ട്. സൈക്ലിക് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു പ്ലനാർ ആണ്. ഇനി നമുക്ക് നോക്കേണ്ടത് 4n+2 എത്രയാണ് നോക്കുക. 4n+2 മൊത്തം നമ്മുടെ കയ്യിൽ 7 പൈ ബോണ്ടുകളാണ് ഉള്ളത്. അപ്പോൾ 7 × 2 14 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ 4n = 14 - 2 = 12. n = 12/4 that is equal to 3. അപ്പോൾ ഇവിടെയും എന്നിന് എന്ത് കിട്ടി? ഹോൾ നമ്പർ കിട്ടി. ഈ ഹോൾ നമ്പർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ആന്ത്രസീനും അരോമാറ്റിക് ആണെന്ന് പറയാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു റിംഗ് സിസ്റ്റം നമ്മൾ എടുത്തപ്പോൾ 4n+2 = 15 ആണ് വന്നതെന്ന് വിചാരിക്കാം. 15 എന്തായാലും വരത്തില്ല, ഡബിൾ ബോണ്ട് അല്ലേ. അപ്പോൾ ഓരോ ഇലക്ട്രോൺ വീതം വരണം. അപ്പോൾ 4n+2 എന്ന് പറഞ്ഞാൽ 16 ഇലക്ട്രോൺസ്, 8 പൈ ബോണ്ടുകളുണ്ട്. അപ്പോൾ 4n = 16 - 2 that is equal to 14. അപ്പോൾ n = 14/4. 4ഉം 14ഉം കൂടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇവിടെ എന്നിൻ്റെ വാല്യൂ എന്തായിട്ട് കിട്ടത്തില്ല? ഹോൾ നമ്പർ ആയിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് എന്തല്ല? അരോമാറ്റിക് അല്ല. അതുപോലെ തന്നെ 4n+2 = 8 ഇലക്ട്രോൺസ്. 4n = 6 ഇലക്ട്രോൺസ്, n = 6/4 അല്ലെങ്കിൽ 3/2. അപ്പോഴും അത് ഹോൾ നമ്പർ വാല്യൂ കിട്ടുന്നില്ല. അതെന്തല്ല? അരോമാറ്റിക് അല്ല എന്ന് വേണേൽ പറയാം.
ഇപ്പം ഇനി അടുത്ത് നമ്മൾ നോക്കുന്ന വേറൊരു മോളിക്യൂളാണ്, ഒരു സിമ്പിൾ മോളിക്യൂൾ സൈക്ലോ ബ്യൂട്ടീനാണ്. 2 ഡബിൾ ബോണ്ട് ഉണ്ട്. സൈക്ലോ ബ്യൂട്ട 1,3 ഡൈ. ഈ മോളിക്യൂൾ നോക്കി, ഇത് സൈക്ലിക് ആണ്. അടുത്ത് നോക്കി, ഇത് പ്ലനാർ ആണ്. ഇനി നമ്മൾ ഡബിൾ ബോണ്ടിൻ്റെ ഡീലോക്കലൈസേഷൻ നോക്കി, ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ എഴുതി നോക്കിയപ്പോൾ ഇവിടെ വന്നു, ഇവിടെ വന്നു. അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. അപ്പോൾ എന്ത് കിട്ടി? പിന്നെയും ഒറിജിനൽ പൊസിഷനിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ എന്തുണ്ടെന്ന് പറയാം? കംപ്ലീറ്റ് ഡീലോക്കലൈസേഷനും ഉണ്ട്. അപ്പോൾ 3 എണ്ണം സാറ്റിസ്ഫൈ ചെയ്തു. സൈക്ലിക് ആണ്, പ്ലനാർ ആണ്, കംപ്ലീറ്റ് ഡീലോക്കലൈസേഷൻ ഉണ്ട്. 4ാമത്തെ പോയിന്റ് ആണ് 4n+2 റൂൾ. അപ്പോൾ ഇവിടെ 4n+2 = ഇവിടെ എത്ര പൈ ഇലക്ട്രോൺ ഉണ്ട്? ഓരോ ബോണ്ടിൽ നിന്ന് 2 എണ്ണം വീതം മൊത്തം 4 പൈ ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പോൾ 4n = 4 - 2 2. n = 2/4. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയില്ല? ഒരു ഹോൾ നമ്പർ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഈ 4n+2 റൂൾ സാറ്റിസ്ഫൈ ചെയ്തില്ല. അതുകൊണ്ട് ഇത് എന്തല്ല? അരോമാറ്റിക് അല്ല, നോട്ട് അരോമാറ്റിക് ആണെന്ന് പറയാം. മനസ്സിലായോ? അടുത്ത് നമ്മൾ നോക്കുന്ന വേറൊരു മോളിക്യൂളാണ് ഇങ്ങനൊരു മോളിക്യൂൾ. ഇവിടെയും ഓൾട്ടർനേറ്റ് ഡബിൾ ബോണ്ടുകളൊക്കെ ഉണ്ട്. ഈ മോളിക്യൂൾ സൈക്ലിക് ആണ്. അടുത്ത് നമ്മൾ ഡബിൾ ബോണ്ടുകളുടെ ഡീലോക്കലൈസേഷൻ നോക്കിയാലും ഇവിടെ എന്തുണ്ട്? കംപ്ലീറ്റ് ഡീലോക്കലൈസേഷൻ ഉണ്ട്. കംപ്ലീറ്റ് ഡീലോക്കലൈസേഷൻ ഉണ്ട്. ഇതിൻ്റെ പ്ലനാരിറ്റി നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഈ മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബോട്ട് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ബോട്ട് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ 4 കാർബൺ ആറ്റംസ് ഒരു പ്ലെയിനിലും ഇവിടുത്തെ 2 കാർബണും ഇവിടുത്തെ 2 കാർബണും എബോവ് ദ പ്ലെയിനിലുമാണ്. അപ്പോൾ ഈ മോളിക്യൂളിന് എന്തില്ല? പ്ലനാരിറ്റി ഇല്ല. ഇത് പ്ലെയിനിൽ എല്ലാം, ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ പ്ലനാരിറ്റി ഉണ്ടെന്ന് വിചാരിക്കും. പക്ഷേ ആക്ച്വലി ഈ മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നത് ബോട്ട് ഫോമിലാണ്. ബോട്ട് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് കാരണം ഇതിന് എന്തില്ല? പ്ലനാരിറ്റി ഇല്ല. അപ്പോൾ പ്ലനാരിറ്റി ഇല്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് എന്തല്ല? അരോമാറ്റിക് അല്ല. അടുത്ത് നമ്മൾ വെറുതെ 4n+2 കൂടെ ചെക്ക് ചെയ്തപ്പോൾ എന്ത് മനസ്സിലായി? ഇവിടെ മൊത്തം 4 പൈ ഇലക്ട്രോൺസ് ആണുള്ളത്, പൈ ബോണ്ടുകളാണുള്ളത്. അപ്പോൾ മൊത്തം 16 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ 4n = 16 - 2 = 14. അപ്പോൾ n = 14/4 അല്ലെങ്കിൽ 7/2. അപ്പോൾ ഇതെന്തല്ല? ഒരു ഹോൾ നമ്പറിൽ നമുക്ക് കിട്ടത്തില്ല. അതും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, പ്ലനാരിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ 4n+2 റൂളും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കതിനെ എന്ത് പറയാൻ പറ്റില്ല? അരോമാറ്റിക് ആണെന്ന് പറയാൻ പറ്റില്ല. ഇത്രയാണ് നമ്മൾ ഇന്ന് നോക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അരോമാറ്റിക് കോമ്പൗണ്ടുകളുടെ ബിഹേവിയർ പറയാൻ വേണ്ടി 2 തിയറീസ് ഉണ്ട്. ഒന്ന് അരോമാറ്റിക് സെക്സ്റ്ററ്റ് തിയറിയും ഒന്ന് ഹക്കിളിൻ്റെ 4n+2 റൂളും. അരോമാറ്റിക് സെക്സ്റ്ററ്റ് തിയറി വെച്ചിട്ട് നമ്മൾ പറഞ്ഞു, ഒരു സൈക്ലിക് സിസ്റ്റം എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? ആ സൈക്ലിക് സിസ്റ്റത്തിൻ്റെ ടോട്ടൽ നമ്മൾ ഇലക്ട്രോൺസ് കൗണ്ട് ചെയ്യുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് 6 ഇലക്ട്രോൺസ് വരണം എന്ന് പറഞ്ഞു. ആ ഗ്രൂപ്പ് ഓഫ് 6 ഇലക്ട്രോൺസിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ആ ഗ്രൂപ്പ് ഓഫ് 6 ഇലക്ട്രോൺസ് വരുമ്പോൾ